രാധേ രാധേ. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. എല്ലാവർക്കും ചാനലിലേക്കും സ്വാഗതം. അപ്പോൾ മാസത്തിൽ 2 തവണയാണ് ഏകാദശി വരുന്നത്. ഒന്ന് കൃഷ്ണപക്ഷത്തിലും പിന്നെ മറ്റേത് ശുക്ലപക്ഷത്തിലും. ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് വിജയ ഏകാദശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർവകാര്യ വിജയം നേടിത്തരുന്ന ഏകാദശിയാണിത്. ശ്രീരാമചന്ദ്രൻ രാവണന് മേൽ വിജയം നേടിയതും സീതാദേവിയെ മോചിപ്പിച്ചതും ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടാണ് എന്നാണ് ഭഗവാൻ ധർമ്മജ്ഞന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് വിജയ ഏകാദശിയുടെ മഹാത്മ്യ കഥയും. കൃഷ്ണൻ പറയുന്ന കഥയാണ്. അനവധി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ഉണ്ടാകുന്നത്. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ സർവ്വപാപവും നശിച്ചു പോവുകയും മനഃശുദ്ധി നേടുവാനും കഴിയും. ഈ ദിനം ലക്ഷ്മി നാരായണനെ പൂജിക്കുന്നത് അത്യുത്തമമാണ്. സർവ്വദുഃഖ ശാന്തി ഉണ്ടാകും. കൂടാതെ തന്നെ മരണാനന്തരം നമുക്ക് മോക്ഷപ്രാപ്തിയും ലഭിക്കും. വിജയ ഏകാദശി മൂലം ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനുമാകും. ശ്രീരാമദേവൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വ്രതം അനുഷ്ഠിക്കുകയുണ്ടായി. ശത്രുക്കളെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. ഏകാദശി വ്രതം വളരെ കഠിനമാണ്, അതുപോലെ നല്ല ഫലദായകവുമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയ ഏകാദശിയുടെ ആശംസകൾ. ഹരേ കൃഷ്ണ. രാധേ രാധേ.